ഈ മാസം 15-ാം തീയതിയാണ് മലയൻകീഴ് സ്വദേശിനി കൃഷ്ണ തങ്കപ്പനെ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. വയറുവേദന മാത്രമായിരുന്നു ബുദ്ധിമുട്ട്. കൃഷ്ണയ്ക്ക് ചില മരുന്നുകളോട് അലർജി ഉണ്ടെന്ന് ഭർത്താവ് പറഞ്ഞിരുന്നതാണ്. എന്നാൽ അന്നേ ദിവസം തന്നെ മരുന്ന് വാങ്ങാനായി ഭർത്താവ് ശരത്ത് പുറത്തുപോയ സമയത്താണ് ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകിയത്. ഇത് തൊട്ടടുത്ത ബെഡിലുള്ളവർ കണ്ടിരുന്നു. ഈ ഇഞ്ചക്ഷൻ അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് കൊടുക്കാതെ കൊടുക്കാൻ പാടില്ല. അതൊരു അലർജി കംപ്ലൈൻ്റ് ഉള്ള പേഷ്യൻ്റ് ആയാൽ പോലും, ആർക്കായാൽ പോലും, നമുക്കായാൽ പോലും, ഒരു സാധാരണ ഒരാൾക്കായാൽ പോലും ഓവറാനും ട്രമഡോളും ടെസ്റ്റ് കൊടുത്ത് 15 മിനിറ്റ് കഴിയാതെ ഒരു ബോഡിയിലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇഞ്ചക്ഷന് ശേഷം യുവതിക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് അബോധാവസ്ഥയിലാവുകയുമായിരുന്നു. തുടർന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൃഷ്ണയെ മാറ്റുകയായിരുന്നു. വെന്റിലേറ്ററിൽ തുടരുകയായിരുന്ന കൃഷ്ണ ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വേറൊരു അസുഖം ഇല്ലാതെ കിഡ്നി സ്റ്റോണിന്റെ ഭാഗമായിട്ട് മാത്രം പോയ ഒരാൾക്ക് ഡോക്ടറോ നേഴ്സോ അവരാരെയും എല്ലാം ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലും വരുമോ? കൂട്ടിരിക്കാനുള്ള ഒരാൾ പോലും ഇല്ല. ഞാൻ പുറത്തു പോയ സമയത്ത് സംഭവിച്ച ഇതല്ല. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഗുരുതര പിഴവുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് മറച്ചുവെക്കാൻ ആശുപത്രി അധികൃതർ വ്യാജരേഖ നിർമ്മിച്ചതായും കുടുംബത്തിന്റെ പരാതി. ECG എടുത്തതായി വ്യാജരേഖ നിർമ്മിക്കുകയും ഇതിൽ കൃഷ്ണയുടെ ഭർത്താവ് ശരത്തിന്റെ ഒപ്പ് കൃത്രിമമായി നിർമ്മിക്കുകയും ചെയ്തുവെന്നും ബന്ധുക്കൾ. മരണപ്പെട്ട ആളുടെ ഭർത്താവാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം ഒപ്പിട്ടിരിക്കുന്നത് ഇതാണ് അല്ലേ? ഇതല്ലേ ഈ ഒപ്പാണ് അദ്ദേഹം ഇട്ടിരിക്കുക. അതേപോലെ ഒപ്പ് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരു ഷീറ്റുകളിലെല്ലാം അതുപോലെ ഒപ്പിട്ടിരിക്കുകയാണ്. ഈ രണ്ട് ഒപ്പും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഇട്ടിട്ടുള്ള ഒപ്പല്ല ഇത്. കൃഷ്ണയുടെ ഭർത്താവ് ശരത്തിന്റെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട മനുഷ്യാവകാശ കമ്മീഷൻ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകളും ECG രേഖകൾ ആശുപത്രി കൃത്രിമമായി നിർമ്മിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളും കമ്മീഷൻ അന്വേഷിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് അന്വേഷണ ചുമതല. അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് കമ്മീഷന് സമർപ്പിക്കണം. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും കെടുകാര്യസ്ഥതയുമാണ് യുവതിയുടെ മരണത്തിന് കാരണമെന്ന് ഉയർത്തിക്കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിക്ക് മുൻപിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.